എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പ്രധാന പദവികൾ വഹിക്കുന്നത് ആരൊക്കെയാണെന്നാണ്. നിലവിൽ ഇപ്പോൾ ആരൊക്കെയാണ് വഹിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. മാക്സിമം നമുക്ക് എളുപ്പത്തിൽ തന്നെ പഠിച്ചങ്ങ് പോവാം. അതുപോലെ തന്നെ ഇതിന് മുമ്പത്തെ കറണ്ട് അഫയർ സീരീസിൻ്റെ ക്ലാസ്സസ് ഒക്കെ കാണാൻ തുടങ്ങി. നമ്മുടെ കറണ്ട് അഫയർ സീരീസിൻ്റെ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പം മാക്സിമം നിങ്ങൾ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണോട് അമർത്തിയിട്ട് മാക്സിമം പുതിയ കൂട്ടുകാർ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ സ്ഥിരം കൂട്ടുകാരെ ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. എന്നിരുന്നാൽ തന്നെ നമുക്ക് പുതിയ ക്ലാസ് ഇടാനുള്ളൊരു സപ്പോർട്ട് കിട്ടത്തുള്ളൂ. മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ പ്രധാന പദവികൾ വഹിക്കുന്നവരാരൊക്കെയാണെന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ആരാണ്? അപ്പം നമ്മുടെ കേരളത്തിലെ ഗവർണർ അല്ലേ, ഗവർണർ. അപ്പം ഗവർണറിൻ്റെ പേര് എല്ലാവർക്കും അറിയാം. സ്ഥിരമായിട്ട് അദ്ദേഹം മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഗവർണറുടെ പേരെന്താണ്? ആരിഫ് മുഹമ്മദ് ഖാൻ. ആരിഫ് മുഹമ്മദ് ഖാൻ. അപ്പം അത് ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല, നമ്മുടെ കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം, കൊച്ചുകുട്ടിക്ക് വരെ അറിയാം. കാരണം അദ്ദേഹം സാധാരണ ഗവർണർമാരെ പോലല്ല, വളരെയധികം മാധ്യമശ്രദ്ധ ഉള്ളൊരു ഗവർണർ കൂടിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. കാരണം സർക്കാരുമായിട്ടൊക്കെ ഉള്ള വിഷയങ്ങളൊക്കെ നമ്മൾ സ്ഥിരം ന്യൂസിലും പേപ്പറിലും ഒക്കെ വായിക്കുന്നതാണ്. അപ്പം ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ. ഇപ്പോൾ നിലവിലെ കേരള ഗവർണർ ആരാണ്? ആരിഫ് മുഹമ്മദ് ഖാൻ. അപ്പോൾ ഇതോടെ ഓർത്തു വെച്ചോ, കേരളത്തിലെ 22ാമത്തെ ഗവർണറാണ്. കേരളത്തിലെ 22ാമത്തെ ഗവർണറാണ് നമ്മുടെ ഈ ആരിഫ് മുഹമ്മദ് ഖാൻ വരുന്നത്. പിന്നെ അടുത്ത പോസ്റ്റ് അടുത്തതാരാണ്? മുഖ്യമന്ത്രിയാണ്. അടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ 23ാമത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. കേരളത്തിലെ 23ാമത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അതോടൊപ്പം തന്നെ ഓർത്ത് വെച്ചോ, 12ാമത്തെ വ്യക്തിയാണ്. 23ാമത്തെ മുഖ്യമന്ത്രിയും 12ാമത്തെ വ്യക്തിയുമാണ്. മുഖ്യമന്ത്രിയാവുന്ന വ്യക്തി കൂടിയാണ് ഈ പിണറായി വിജയൻ. ക്ലിയർ ആയ? പിണറായി വിജയൻ്റെ മണ്ഡലം ഏതാണെന്ന് എല്ലാവർക്കും അറിയാലോ, ധർമ്മടം മണ്ഡലമാണ്. പിണറായി വിജയൻ്റെ നിയമസഭാ മണ്ഡലം ഏതാണ്? ധർമ്മടം നിയമസഭാ മണ്ഡലമാണ്. മറക്കല്ലേ, പരീക്ഷയ്ക്ക് ചോദിക്കുവേ. അടുത്തത് സ്പീക്കർ, നിയമസഭാ സ്പീക്കറാണ്. അതാരാണ്? AN ഷംസീർ ആണ്. അപ്പം നിലവിലെ നിയമസഭാ സ്പീക്കർ ആരാണ്? AN ഷംസീർ. ഷംസീറിൻ്റെ നിയമസഭാ മണ്ഡലം തലശ്ശേരിയാണ് വരുന്നത്. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ് AN ഷംസീർ വിജയിച്ച് സ്പീക്കറായത്. അപ്പോൾ മറക്കല്ലേ, കേരള നിയമസഭയിലെ സ്പീക്കർ ആരാണ്? സ്പീക്കർ ഷംസീർ. ഷംസീർ എന്ന് പറയുന്നതിന് നമ്മൾ സംസാരവും അങ്ങ് ഓർത്താൽ മതി. ഷംസീർ എന്ന് പറയുന്നതിന് സംസാരവും അങ്ങ് ഓർത്താൽ മതി. അപ്പം കിട്ടുമല്ലോ. കൂടുതൽ സമയം നിയമസഭയിൽ സംസാരിക്കുന്ന ആരാണ്? സ്പീക്കറല്ലേ സംസാരിക്കുന്നത്. അപ്പം അങ്ങനെ ഓർത്ത് വെച്ചാൽ നിലവിലെ സ്പീക്കർ, നിയമസഭാ സ്പീക്കർ ആരാണ്? AN ഷംസീർ. അദ്ദേഹത്തിൻ്റെ മണ്ഡലം എവിടെയാണ്? തലശ്ശേരി. ക്ലിയർ ആയ? അടുത്തത് 38ാമത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ആശിഷ് ജിതേന്ദ്ര ദേശായി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. പ്രീവിയസ് ആയിട്ട് ഇപ്പം ഈ വർഷം തന്നെ ഇപ്പോൾ 2-3 എക്സാംസിന് ചോദിച്ചിട്ടുള്ളതാണ്, സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ ഓർത്ത് വെച്ചോ, 38ാമത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ആശിഷ് ജിതേന്ദ്ര ദേശായി. ചില ക്വസ്റ്റ്യൻ പ്രീവിയസ് ആയിട്ട് ചോദിച്ചത്, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ AJ ദേശായി എന്നാണ് എടുത്തേക്കുന്നുണ്ട്. അപ്പം AJ മീൻസ് എന്താണ്? ആശിഷ് ജിതേന്ദ്ര ദേശായി എന്നാണ്. അപ്പം മറക്കല്ലേ, നിങ്ങളിത് കാണുമ്പം കൺഫ്യൂഷൻ അടിക്കല്ലേ, അതിനുവേണ്ടിയാണ് പറയുന്നത്. AJ ദേശായി എന്ന് ചിലപ്പം ഓപ്ഷനിൽ കാണും. AJ മീൻസ് ആശിഷ് ജിതേന്ദ്ര ദേശായി എന്നാണ്. മുഴുവൻ പേര് ആശിഷ് ജിതേന്ദ്ര ദേശായി എന്നാണ്. ചിലപ്പം ഓപ്ഷനിൽ AJ ദേശായി എന്നും കാണും. അപ്പം അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അടുത്തത് 48ാമത് ചീഫ് സെക്രട്ടറി ആരാണ്? V വേണു ആണ്. 48ാമത് ചീഫ് സെക്രട്ടറി ആരാണ്? V വേണു. മറക്കല്ലേ, നിലവിലെ 48ാമത് ചീഫ് സെക്രട്ടറി ആരാണ്? V വേണു. മറക്കല്ലേ, V വേണു. അടുത്തത് 35ാമത് പോലീസ് മേധാവി, അതായത് DGP ആണ് ഉദ്ദേശിക്കുന്നത്, ഷെയ്ഖ് ദർവേഷ് സാഹിബ്. അപ്പം നിലവിലെ നമ്മുടെ കേരളത്തിലെ DGP ആരാണ്? ഷെയ്ഖ് ദർവേഷ് സാഹിബ്. മറക്കല്ലേ. അടുത്തത് നിലവിലെ കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറാണ്. സ്പീക്കർ AN ഷംസീർ ആണ് നമ്മൾ പഠിച്ചു. അപ്പം ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് ഒരു പദവിയുണ്ട്. സ്പീക്കർ ഇല്ലാത്ത സമയങ്ങളിൽ സഭ നിയന്ത്രിക്കുന്നതാണ് ഡെപ്യൂട്ടി സ്പീക്കർ. അതാരാണ്? ചിറ്റയം ഗോപകുമാറാണ് ഡെപ്യൂട്ടി സ്പീക്കറായിട്ട് വരുന്നത്. അപ്പം നിലവിലെ കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ചിറ്റയം ഗോപകുമാർ. അദ്ദേഹത്തിൻ്റെ നിയമസഭാ മണ്ഡലം എന്ന് പറയുന്ന അടൂരാണ്. അദ്ദേഹത്തിൻ്റെ വരുന്നത്. അടുത്തത് പ്രതിപക്ഷ നേതാവ്. അതും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നിലവിലെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ആരാണ്? VD സതീശൻ. അപ്പം നിലവിലെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ആരാണ്? VD സതീശൻ. അദ്ദേഹത്തിൻ്റെ മണ്ഡലം എന്ന് പറയുന്നത് നോർത്ത് പറവൂർ മണ്ഡലമാണ്. അദ്ദേഹത്തിൻ്റെ നിയമസഭാ മണ്ഡലം നോർത്ത് പറവൂരാണ്. അത് ഓർത്ത് നോക്കണേ, നോർത്ത് പറവൂർ. ഇവരുടെയൊക്കെ മണ്ഡലങ്ങൾ ഏതാണെന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും, അതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയുന്നത്. അടുത്തത്
കേരളത്തിലെ നിലവിലെ ചീഫ് വിപ്പ് ആരാണ്? എൻ ജയരാജാണ്. ഇപ്പം ഇപ്പോഴത്തെ നിലവിലത്തെ ചീഫ് വിപ്പ് ആരാണ്? എൻ ജയരാജ്. അപ്പോൾ അതോട് ഓർത്ത് വെച്ചോ, എൻ ജയരാജിൻ്റെ നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം പ്രതിദാനം ചെയ്യുന്നത്. എഴുതാൻ മറന്നുപോയതാണ്. കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം പ്രതിദാനം ചെയ്യുന്നത്. അപ്പോൾ ചീഫ് വിപ്പ് ആരാണ്? എൻ ജയരാജ്. അടുത്തത് ഇപ്പം നമ്മുടെ ഈ ഇടയ്ക്ക് നമ്മുടെ കെ രാധാകൃഷ്ണൻ, നമ്മുടെ മിനിസ്റ്ററായിട്ടുള്ള കെ രാധാകൃഷ്ണൻ ലോക്സഭയിലോട്ട് മത്സരിച്ചായിരുന്നല്ലോ. അദ്ദേഹം ലോക്സഭ ഇലക്ഷന് ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു. അപ്പോൾ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു വിടവ് നിർത്താൻ അതിന് പകരമായിട്ട് വന്ന പുതിയ മന്ത്രിയാണ് OR കേളു എന്ന് പറയുന്ന പുതിയ മന്ത്രി നിലവിൽ വന്നായിരുന്നു. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിട്ടുണ്ട്. അദ്ദേഹത്തിന് പകരം പുതിയ മന്ത്രി. അപ്പോൾ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് ഇപ്പം OR കേളുവിൻ്റെയിലാണ്. അപ്പോൾ പട്ടികജാതി പട്ടികവർഗ വികസന മന്ത്രി ആരാണ്? OR കേളുവാണ്. അദ്ദേഹം പ്രതിദാനം ചെയ്ത നിയമസഭാ മണ്ഡലം ഏതാണ്? മാനന്തവാടി. മറക്കല്ലേ, മാനന്തവാടി ലേറ്റസ്റ്റ് ആണ്. കറണ്ട് അഫയർ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. OR കേളു, മാനന്തവാടി. അപ്പം നമ്മുടെ മിനിസ്റ്റർ കെ രാധാകൃഷ്ണൻ ലോക്സഭയിലോട്ട് മന്ത്രിസ്ഥാനം രാജിവെച്ച് ലോക്സഭയിലോട്ട് പോയപ്പോൾ പുതിയ മന്ത്രിയെ തിരഞ്ഞെടുത്തു. പുതിയ മന്ത്രി ആരാണ്? OR കേളു, മാനന്തവാടി. OR കേളു, മാനന്തവാടി മണ്ഡലത്തിൽ നിന്നാണ്. OR കേളു ആണ് പുതിയ മിനിസ്റ്ററായിട്ട് വരുന്നത്. അദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പാണ് OR കേളുവിന് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മന്ത്രി കെ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന വേറെ 2 വകുപ്പുകളുണ്ടായിരുന്നു. ഒന്ന് ദേവസ്വം വകുപ്പാണ്. ദേവസ്വം വകുപ്പ് നമ്മുടെ മന്ത്രി വി എൻ വാസവന് കൊടുത്തിട്ടുണ്ട് ദേവസ്വം വകുപ്പ്. അതുപോലെ തന്നെ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന പാർലമെൻ്ററി കാര്യം വകുപ്പുണ്ട്. പാർലമെൻ്ററി കാര്യം വകുപ്പ് നമ്മുടെ എം ബി രാജേഷ് മന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയുമാണ് ചെറിയ ചേഞ്ചസ്. അത് നിങ്ങളോട്ടൊന്ന് പറഞ്ഞതാണ്. അപ്പോൾ പുതിയ മന്ത്രി OR കേളു ആണ്. പട്ടികജാതി പട്ടികവർഗ വികസന മന്ത്രി ആരാണ്? OR കേളു, മാനന്തവാടി നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ്. അടുത്തത് 6ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? SM വിജയാനന്ദ്. 6ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? SM വിജയാനന്ദ്. മറക്കല്ലേ, ആറാമത് ഇപ്പോഴും നിലവിലത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? SM വിജയാനന്ദ്. മറക്കല്ലേ, പരീക്ഷയ്ക്ക് ചോദിക്കുവേ. കേരളത്തിലെ ധനകാര്യ കമ്മീഷൻ നിലവിലെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം SM വിജയാനന്ദ്. ക്ലിയർ ആയോ? അതുപോലെ തന്നെ 11ാമത് ശമ്പള കമ്മീഷൻ ചെയർമാൻ ആരാണ്? കെ മോഹൻദാസ്. അപ്പോൾ 11ാമത് ശമ്പള കമ്മീഷൻ ചെയർമാൻ ആരാണ്? കെ മോഹൻദാസ്. മറക്കല്ലേ, കെ മോഹൻദാസ്. ശമ്പളം നമുക്ക് എപ്പോഴും മോഹമല്ലേ, പെട്ടെന്ന് നമുക്ക് ശമ്പളം കിട്ടണം എന്നുള്ള മോഹത്തിനല്ലേ നമ്മൾ സർക്കാർ ജോലിക്കും എല്ലാത്തിനും ഒക്കെ ട്രൈ ചെയ്യുന്നത്. പെട്ടെന്നൊരു നമുക്കൊരു സാലറി കിട്ടണം എന്നുള്ള അമിതമായ ഒരു മോഹത്തിനും ഒക്കെ ഉള്ളതുകൊണ്ടല്ലേ നമ്മൾ എന്തൊരു അല്ലയോ, ശമ്പളം കിട്ടാനല്ലേ നമുക്ക് മോഹമുള്ളത്. എപ്പോഴും ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കാൻ ഭയങ്കര നമുക്ക് മോഹങ്ങൾ തോന്നത്തില്ലേ? അപ്പോൾ അങ്ങനെ വെച്ചങ്ങ് ഓർത്ത് വെച്ചോ. 11ാമത് ശമ്പള കമ്മീഷൻ ചെയർമാൻ കെ മോഹൻദാസ്. അടുത്തത് കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? കെ ബൈജുനാഥ് ആണ്. നിലവിലെ കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ കെ ബൈജുനാഥ് ആണ്. പക്ഷേ ഇദ്ദേഹം ഇപ്പോൾ ആക്ടിംഗ് ചെയർമാനാണ്. ശരി, ആക്ടിംഗ് ആയിട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് വേക്കൻ്റ് ഒരു ഇതിൽ കയറിയതാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ആക്ടിംഗ് ആയിട്ടിരിക്കുകയാണ്. ആക്ടിംഗ് ചെയർമാനാണ്. ഏത് നിമിഷവും അദ്ദേഹം മാറാവുന്നതാണ്. ഏത് നിമിഷവും അദ്ദേഹം മാറാവുന്നതാണ്. പക്ഷേ ഇപ്പം കറൻ്റ്ലി ഇപ്പോൾ അദ്ദേഹത്തിനാണ് ആ ചുമതല കൊടുത്തേക്കുന്നത്, കെ ബൈജുനാഥ്. ഞാനിപ്പം വെബ്സൈറ്റിലും ചെക്ക് ചെയ്തായിരുന്നു. വെബ്സൈറ്റിലും ഇപ്പോൾ കറൻ്റ്ലി കെ ബൈജുനാഥ് എന്നാണ് കൊടുത്തേക്കുന്നത്, ആക്ടിംഗ് എന്നാണ് കൊടുത്തേക്കുന്നത്. ഞാൻ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്തായിരുന്നു മനുഷ്യാവശ്യം. അപ്പം നിങ്ങൾ ഇത് തന്നെ പഠിച്ചു വെച്ചോ, പരീക്ഷയ്ക്ക് ഇത് തന്നെ ആയിരിക്കും ചോദിക്കുന്നത്. ഇപ്പോൾ ഉടനെ തന്നെ പരീക്ഷ വരുമല്ലോ, അപ്പോൾ ഇത് തന്നെ ആയിരിക്കും ആൻസറായിട്ട് വരുന്നത്. കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ കെ ബൈജുനാഥ്. കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ കെ ബൈജുനാഥ് ആക്ടിംഗ് ചെയർമാനാണ്. അതുകൂടെ ഓർത്ത് വെച്ചു. അടുത്തത് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? KV മനോജ് കുമാർ. അപ്പോൾ KV മനോജ് കുമാറാണ് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ. ആരാണ്? KV മനോജ് കുമാർ. സ്ഥിരമായിട്ട് PSC ചോദിക്കുന്നതാണ്. അപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് ഒത്തിരി പ്രീവിയസ് ആയിട്ട് ഒരുപാട് നമ്മുടെ ഈയിടയ്ക്ക് തന്നെ ഒത്തിരി എക്സാംസിന് ചോദിച്ചാണ്. KV മനോജ് കുമാർ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആരാണ് അപ്പം? KV മനോജ് കുമാർ. അടുത്തത് കേരള വിവരാവകാശ കമ്മീഷണർ ആരാണ്? അടുത്തിടെ നിയമിതനായ കേരള വിവരാവകാശ കമ്മീഷണർ ആരാണ്? വി ഹരിനായർ. അപ്പം ഇത് ഓർക്കാൻ വളരെ എളുപ്പമായിട്ടുള്ള ഒരു ഇതുണ്ട്. ഒരു കോഡല്ല, ഒരു
നമ്മളൊരു വളരെ എളുപ്പമായിട്ട് ഇത് ഓർക്കും. അതായത് നമ്മളിപ്പോൾ വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചോദിക്കുമ്പം സത്യസന്ധമായ വിവരങ്ങൾ തരുന്നതിന് എന്താണ് നമ്മൾ പറയുന്നത്? സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിനൊക്കെ ഹരിചന്ദ്രൻ എന്നല്ലേ പറയുന്നത്? ഹരിചന്ദ്രൻ. നമ്മളൊരു വിവരം ചോദിച്ചാലും നമ്മൾ ഇങ്ങനെ ഓർത്ത് വെച്ചോ, നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് വിവരാവകാശം കൊടുത്തു കഴിഞ്ഞാൽ അത് സത്യമായിട്ടല്ലേ നമുക്ക് കിട്ടേണ്ടത്, സത്യമായിട്ടുള്ള വിവരമല്ലേ നമ്മൾ തിരിച്ചിടുന്നത്. അപ്പോൾ സത്യമായിട്ട് തരുന്നത് ആരാ? ഹരിചന്ദ്രന്മാരല്ലേ സത്യമൊക്കെ പറയുന്നത്, സത്യമായ വിവരങ്ങളൊക്കെ തരുന്നത് എന്ന് നിങ്ങൾ ഓർത്ത് വെച്ചോ. അപ്പോൾ ഹരിചന്ദ്രൻ. അപ്പം കേരള വിവരാവകാശ കമ്മീഷണർ ആരാണ് ഇപ്പം നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ ആരാണിപ്പം? വി ഹരിനായർ. വിവരാവകാശം സത്യസന്ധമായിട്ട് തരുന്ന ആളുടെ പേരെന്താണ്? ഹരിചന്ദ്രനാണ് സത്യസന്ധമായിട്ട് വിവരങ്ങളൊക്കെ തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരള വിവരാവകാശ കമ്മീഷണർ ആരാണ് നിലവിലെ? വി ഹരിനായർ. മറക്കല്ലേ, ജീവിതത്തിൽ മറക്കല്ലേ. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കും, ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു മാർക്ക് ഉറപ്പിച്ചോ. കേരള വിവരാവകാശ കമ്മീഷണറൊക്കെ സ്ഥിരമായിട്ട് LEC പരീക്ഷയ്ക്കും അതുപോലെ ഇനി വരുന്ന LPUPക്കും ഒക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്, കറണ്ട് അഫയർ പാർട്ടിയിൽ നിന്നൊക്കെ. അപ്പം ഓർത്തു വെച്ചോ, ഇത് എക്സാമിന് വരും. കേരള വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ. അടുത്തത് കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്? പി സതീദേവി. കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്? പി സതീദേവി വനിതാ കമ്മീഷൻ അധ്യക്ഷ. അപ്പോൾ വനിതകളുടെ കമ്മീഷനില്ലേ. അപ്പം നമ്മളിപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു ഓർക്കാൻ വേണ്ടി അങ്ങ് ഓർത്ത് വെച്ചോ. അതായത് ദേവി എന്നൊക്കെ പറയുമ്പം വനിതകളെയല്ലേ സൂചിപ്പിക്കുന്നത്? ദേവൻ എന്ന് പറയുമ്പോൾ പുരുഷന്മാരെയും ദേവി എന്ന് പറയുമ്പോൾ വനിതകളെയും അല്ലേ സൂചിപ്പിക്കുന്നത്. അങ്ങനത് വെച്ചങ്ങ് ഓർത്ത് വെച്ചോ. സതീദേവിയുടെ കൂടെ ഒരു ദേവി ഉണ്ടല്ലോ, അത് വെച്ചങ്ങ് നിങ്ങൾ ഓർത്ത് വെച്ചോ. കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്? കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്? പി സതീദേവി. കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. ക്ലിയർ ആയത്? അടുത്തത് കേരള മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? എ ഷാജഹാനാണ്. അപ്പം മറക്കല്ലേ, സ്ഥിരമായിട്ട് PSC പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ഇത്. സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഇദ്ദേഹം കുറേ കാലമായി, അതുകൊണ്ട് എന്നാലും നിങ്ങൾ പഠിച്ചു വെക്കണം, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് നിലവിലത്തെ? എ ഷാജഹാൻ. എങ്ങാനും ചോദിച്ചാലോ, അപ്പോൾ നമ്മൾ പഠിച്ചു വെക്കണം. കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? എ ഷാജഹാൻ. അടുത്തത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനാണ് സഞ്ജയ് കൗൾ. അതായത് നമുക്കറിയാം തെരഞ്ഞെടുപ്പ് കമ്മീഷണറും ഉണ്ട്, അതുപോലെ തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനും ഉണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കേരളത്തിലെ എ ഷാജഹാനും, അതുപോലെ തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ്റെ പേരാണ് സഞ്ജയ് കൗൾ. കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ എന്ന് ചോദിച്ച് നമ്മൾ പറയണം സഞ്ജയ് കൗൾ. മറക്കല്ലേ. അടുത്തത് കേരള പിന്നാക്ക സമുദായ കമ്മീഷൻ. കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? ജി ശശിധരൻ. അപ്പോൾ കേരള പിന്നാക്ക സമുദായ കമ്മീഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? OBC കമ്മീഷനാണ് വരുന്നത്. അപ്പോൾ കേരള പിന്നാക്ക സമുദായ അഥവാ OBC കമ്മീഷന്റെ ചെയർമാനായിട്ട് വരുന്ന ആരാണ്? ജി ശശിധരൻ. ഓർത്ത് വെച്ചോണേ. അടുത്തത് കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആരാണ്? BS മാവോജി. നമ്മുടെ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് നടന്ന എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി റിപ്പീറ്റ് ചെയ്യും. കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആരാണ്? BS മാവോജി. അപ്പം ഇത് രണ്ടും ഓർത്ത് വെക്കണേ. കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ BS മാവോജി. ഇനി റിപ്പീറ്റ് ചെയ്യാമേ. അടുത്ത നമ്മുടെ ചെയർമാനാണ്, അതായത് നമ്മുടെ PSCയുടെ ചെയർമാൻ. നമ്മുടെ PSCയുടെ ചെയർമാനാണ് MR ബൈജു. സക്കീർ ഹുസൈനൊക്കെ മാറി ഇപ്പം പുതിയ ചെയർമാനാണല്ലോ, MR ബൈജു. ഇദ്ദേഹത്തെ ഓർക്കാൻ വളരെ എളുപ്പമായിട്ടുള്ളൊരു സന്ദർഭം ഞാൻ പറഞ്ഞുതരാം. ഒരു സിനിമയിലെ ഒരു സീൻ പറഞ്ഞുതരാം. നിങ്ങൾ രക്ഷാധികാരി ബൈജു എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ടോ? ആ രക്ഷാധികാരി ബൈജുവിനകത്ത് ബിജു മേനോൻ്റെ പേര് ബൈജു എന്നില്ലേ? അപ്പം അതിനകത്തൊരു ആക്ടർ ബിജു മേനോനോട് പറയത്തില്ലേ, എനിക്കും PSC വഴി പരീക്ഷ എഴുതിയിട്ട് വേണം ബൈജുവേട്ടനെ പോലെ ജോലിയില്ലാത്തൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ കയറി വെറുതെ ഇരിക്കാനെന്ന് ഒരു ആക്ടർ ബിജു മേനോനോട് പറയത്തില്ല. അത് വെച്ച് ഓർത്ത് വെച്ചോ. രക്ഷാധികാരി ബൈജു അങ്ങ് ഓർക്കണം. PSC ചെയർമാൻ ആരാണ്? MR ബൈജു. PSC ചെയർമാൻ MR ബൈജു. മറക്കല്ലേ, നമ്മുടെ ബേസ് ആണ്. ഇത് മറന്നാൽ പോയി. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ച് ഇത് തെറ്റിച്ചാൽ നിങ്ങൾ പിന്നെ പഠിച്ചിട്ട് എന്തിൻ്റെ കാര്യം? അപ്പോൾ ഇത് മറക്കല്ല്. PSC ചെയർമാൻ MR ബൈജു. മറക്കല്ലേ. അടുത്തത് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആരാണ്? നിലവിലെ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആരാണ്? KM എബ്രഹാം ആണ് ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാം. മറക്കല്ലേ. അടുത്തത് കേരള ബാങ്ക് പ്രസിഡന്റ്. അപ്പം നിലവിലെ കേരള ബാങ്കിന്റെ പ്രസിഡന്റ് ആരാണ്? ഗോപി കോട്ടമുറിക്കൽ.
അതായത് നിങ്ങളിങ്ങനെ ഓർത്ത് വെച്ചാൽ മതി, നമ്മളെ ഈ ബാങ്കും കാര്യങ്ങളും ഒക്കെ ബാങ്ക് നിങ്ങളിങ്ങനെ പഴയ രാജാക്കന്മാരുടെ ഈ സ്വർണ്ണങ്ങളും അവരുടെ നിധികളും കാര്യങ്ങളും എല്ലാം സൂക്ഷിച്ചു വെക്കുന്നതിന് ചുറ്റും ഒരു കോട്ടകൾ കാണുമല്ലോ, കോട്ടകൾ. അന്ന് പറഞ്ഞതിൻ്റെ തൊട്ട് നമ്മുടെ കേരള ബാങ്കിൻ്റെ ഒരു കോട്ടയാണ് ഈ ഗോപി കോട്ടമുറിക്കൽ എന്ന് ഓർത്ത് വെച്ചോ. കേരള ബാങ്ക് പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ എല്ലാം നോക്കി വീക്ഷിച്ചും അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ആളല്ലേ. അപ്പോൾ അത് ഇങ്ങനെ ഓർത്ത് വെച്ചോ, കേരള ബാങ്കിൻ്റെ പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ, കേരള ബാങ്കിൻ്റെ പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ, മറക്കല്ലേ. അടുത്തത് പ്രസിഡന്റും ഉണ്ട്, അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റും ഉണ്ട്. ഇത് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലുണ്ട്. വൈസ് പ്രസിഡന്റ് വരുന്നത് MK കണ്ണനാണ്. വൈസ് പ്രസിഡന്റ് MK കണ്ണനാണ്. അപ്പം നമുക്കറിയാം എപ്പോഴും നമ്മുടെ ഗോപി കോട്ടമുറിക്കലിന് കേരള ബാങ്ക് വീക്ഷിച്ചുകൊണ്ടിരിക്കാൻ സാധിക്കത്തില്ല. അദ്ദേഹത്തിന് മാറുമ്പം അദ്ദേഹത്തിനൊരു വേറൊരാളെ വൈസ് പ്രസിഡന്റായിട്ട് വെക്കണം, അദ്ദേഹത്തിന് പകരം നോക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ അതിനകത്തിരുന്ന് എപ്പോഴും ഒരു കണ്ണുള്ള ഒരാളെ നോക്കി, അതായത് ബാങ്കിലോട്ട് എപ്പോഴും കണ്ണുള്ള ഒരാളെ വൈസ് പ്രസിഡന്റായിട്ട് വെക്കാൻ കേരള ബാങ്ക് തീരുമാനിച്ചു. അപ്പം കേരള ബാങ്കിൻ്റെ വൈസ് പ്രസിഡന്റ് ആരാണ്? MK കണ്ണൻ. ഗോപി കോട്ടമുറിക്കൽ കേരള ബാങ്ക് പ്രസിഡന്റും അതുപോലെ തന്നെ അദ്ദേഹം നിയമിച്ച എപ്പോഴും ഒരു കണ്ണ് വേണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നിയമിച്ച ആളാണ് MK കണ്ണൻ. അങ്ങനെ ഓർത്ത് വെച്ചോ, പെട്ടെന്ന് കിട്ടും. കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ, കേരള ബാങ്കിൻ്റെ വൈസ് പ്രസിഡന്റ് ആരാണ്? MK കണ്ണൻ. ഗോപി കോട്ടമുറിക്കൽ MK കണ്ണൻ, മറക്കല്ലേ. അടുത്തത് കേരള ബാങ്കിൻ്റെ CEO ഉദ്യോഗസ്ഥനാണ് CEO വരുന്നത്. കേരള ബാങ്കിൻ്റെ CEO ആരാണ്? നിലവിലെ കേരള ബാങ്കിൻ്റെ CEO എന്ന് പറയുന്നത് ജോർട്ടി M ചാക്കോ, രണ്ടാമത്തെ CEO ആണ്. നിലവിലെ കേരള ബാങ്കിൻ്റെ CEO എന്ന് പറയുന്നത് ജോർട്ടി M ചാക്കോ, അതായത് രണ്ടാമത്തെ CEO ആണ് വരുന്നത്. അതായത് ഇവർ രണ്ടുപേരും പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ആണ്. ഇനി വരുന്ന CEO എന്ന് പറയുമ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ്റെ ഒരു ഇത് വരുമല്ലോ, അതിൻ്റെ ഏറ്റവും ഹെഡിലുള്ള ഉദ്യോഗസ്ഥൻ. അപ്പം ബാങ്കിൻ്റെ കാര്യമാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പം ബാങ്കിൽ സ്വർണ്ണങ്ങളും കാര്യങ്ങളും ഒക്കെ ഇട്ട് വെക്കാൻ നമുക്ക് ചാക്ക് വേണം. അപ്പോൾ അങ്ങനെ അങ്ങ് ഓർത്ത് വെച്ചോ, നമുക്ക് കേരള ബാങ്കിൻ്റെ അതിനകത്തിലെ സ്വർണ്ണങ്ങളും പണങ്ങളും എല്ലാം ഇട്ട് വെക്കുക, ഒരു ചാക്കുണ്ടെന്ന് കൂട്ടിക്കോ, ചാക്കിനകത്താണ് ഇട്ട് വെക്കുന്നത് എന്നങ്ങ് കൂട്ടിക്കോ, അങ്ങനെ അങ്ങ് പഠിച്ചു വെച്ചോ. നിലവിലെ കേരള ബാങ്ക് CEO ആരാണ്? ജോർട്ടി M ചാക്കോ, രണ്ടാമത്തെ ആളാണ് CEO ആവുന്നത്. ആദ്യത്തെ ആൾ PS രാജനാണ്. പ്രഥമ CEO എന്ന് പറയുന്നത് PS രാജനാണ്. അപ്പോൾ ജോർട്ടി M ചാക്കോ ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. നിലവിലെ കേരള ബാങ്കിൻ്റെ CEO ആരാണ്? ജോർട്ടി M ചാക്കോ. ചാക്കിൽ പണം സൂക്ഷിച്ചു വെക്കുന്ന ആളെന്ന് അങ്ങ് അങ്ങനെ അങ്ങ് പഠിച്ചു വെച്ചോ, പെട്ടെന്ന് കിട്ടും കേരള ബാങ്ക്. അടുത്തത് ശുചിത്വ മിഷൻ ഡയറക്ടർ ആരാണ്? UV ജോസ്. കേരള ശുചിത്വ മിഷൻ ഡയറക്ടർ ആരാണ്? UV ജോസ്. അപ്പോൾ ശുചിത്വം വരേണ്ടത് എവിടെ നിന്നാണ്? നിന്നിൽ നിന്നും വരണം. U എന്ന് പറയുമ്പോൾ എന്താണ്? നിന്നിൽ നിന്നും വരണം. അതുപോലെ തന്നെ V, നമ്മളിൽ നിന്നും വരണം ശുചിത്വം. അങ്ങനെയല്ലേ ശുചിത്വം വരാൻ പറ്റൂ. നീയും വരണം, അതുപോലെ തന്നെ നമ്മളും വരണം, ശുചീകരിക്കണം. അതാണ് അങ്ങനെ ഓർത്ത് വെച്ചോ. അപ്പം ശുചിത്വ മിഷൻ ഡയറക്ടർ ആരാണ്? UV ജോസ്. മറക്കല്ലേ, ശുചിത്വ മിഷൻ ഡയറക്ടർ UV ജോസ്, മറക്കല്ലേ. അതുപോലെ തന്നെ കേരളയിലല്ലേ, നമുക്കറിയത്തില്ല കേരളയിലെ MD ചിലപ്പം ചോദിക്കാൻ ചാൻസ് കൂടുതലുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തത്. കേരളിൻ്റെ MD ആരാണ്? അജിത് കുമാറാണ്. കേരളിൻ്റെ MD അജിത് കുമാർ. അതുപോലെ തന്നെ ലോകായുക്തയുടെ ചെയർമാൻ ആരാണ്? N അനിൽകുമാർ. അപ്പോൾ ലോകായുക്തയുടെ ചെയർമാൻ ആരാണ്? N അനിൽകുമാർ. അപ്പോൾ കേരള ലോകായുക്തയുടെ ചെയർമാൻ ആരാണ്? N അനിൽകുമാർ, മറക്കല്ലേ. അടുത്തത് ഉപലോകായുക്തയായി പുതിയതായി നിയമിതനായത് ആരാണ്? V ഷേർസി. അപ്പോൾ പുതിയതായിട്ട് നടന്നൊരു അപ്പോയിൻമെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഉപലോകായുക്തയായി ലോകായുക്ത ചെയർമാൻ N അനിൽകുമാർ ആണല്ലോ, അത് പഠിച്ചല്ലോ. ലോകായുക്ത ചെയർമാൻ N അനിൽകുമാർ. അതുപോലെ തന്നെ ഉപലോകായുക്തയായി പുതുതായി നിയമിതനായത് ആരാണ്? V ഷേർസി, മറക്കല്ലേ. അടുത്തത് ആസൂത്രണ ബോർഡിൻ്റെ ഉപാധ്യക്ഷൻ വരുന്നത് PK രാമചന്ദ്രനാണ്. ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ ആരാണ്? PK രാമചന്ദ്രൻ. അടുത്ത നമുക്ക് നോക്കാം. അടുത്ത KMRL, അതായത് കൊച്ചി മെട്രോ റെയിലിൻ്റെ MD ആയിട്ട് ആരാണ് വരുന്നത്? നമ്മുടെ ലോക്നാഥ് ബെഹ്റയാണ്. ഇതിപ്പോൾ ഒരുമാതിരി പഠിക്കുന്ന കൂട്ടുകാർക്കെല്ലാം അറിയാവുന്നതാണ്. അദ്ദേഹം വന്നിട്ട് ഇപ്പോൾ 4-5 വർഷം ആയില്ലേ, 4 വർഷം കൊണ്ടാവും തോന്നുന്നു. അദ്ദേഹം DGPന്ന് റിട്ടയർഡ് ആയതിനു ശേഷം KMRL പോയി, അതായത് കൊച്ചി മെട്രോ റെയിലിൻ്റെ MD ആയിട്ട് പോയത്. അപ്പം കൊച്ചി മെട്രോ റെയിലിൻ്റെ MD ആരാണ്? ലോക്നാഥ് ബെഹ്റ. അടുത്തത് KSRTCയുടെ MD ആരാണ്? പ്രമോദ് ശങ്കർ. KSRTC MD പ്രമോദ് ശങ്കർ. അതുപോലെ തന്നെ നിലവിലെ ഗതാഗത വകുപ്പ് മന്ത്രി ആരാണ്?
ഗണേഷ് കുമാറാണ്, KB ഗണേഷ് കുമാറാണ് നിലവിലെ ഗതാഗത വകുപ്പ് മന്ത്രി, മറക്കല്ലേ. അതുപോലെ തന്നെ K-Phone ഇല്ലേ, K-Phone എന്താണ്, കേരള ഫൈബർ ഒപ്റ്റിക്സ്, ഇത് ഫുൾ ഫോമോട് ഓർത്ത് വെച്ചാൽ K-Phoneൻ്റെ ഫുൾ ഫോം എന്ന് പറയുമ്പോൾ കേരള ഫൈബർ ഒപ്റ്റിക്സ് നെറ്റ്വർക്കിനാണ്. അതിൻ്റെ MD ആയിട്ട് വരുന്നത് ഡോക്ടർ സന്തോഷ് ബാബുവാണ്. K-Phoneൻ്റെ MD ആയിട്ട് വരുന്നത് ഡോക്ടർ സന്തോഷ് ബാബുവാണ്. K-Phone എന്താണ്? K-Phone എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ ഒരു പദ്ധതി അല്ലായിരുന്നു, അതായത് സൗജന്യമായിട്ടും അതുപോലെ തന്നെ സൗജന്യമായിട്ടല്ല, BPL കാർഡുകാർക്ക് സൗജന്യമായിട്ടും ബാക്കിയുള്ളവർക്ക് ഇത്തിരി നിശ്ചിത തുക വെച്ചും ഒക്കെ സബ്സിഡി പോലെ ഇൻ്റർനെറ്റ് കൊടുക്കുന്ന ഒരു പദ്ധതിയായിരുന്നു K-Phone എന്ന് പറയുന്നത്. അപ്പം നമുക്കൊക്കെ ഫ്രീ ആയിട്ടും അതുപോലെ തന്നെ കുറഞ്ഞ നിരക്കിനുമൊക്കെ നെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ, ഇൻ്റർനെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത്ര സന്തോഷമില്ലേ വരുന്നത്. അപ്പം K-Phone എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം നൽകുന്ന ഒരു പദ്ധതിയാണല്ലോ. അപ്പോൾ K-Phoneൻ്റെ MD ആരാണ്? ഡോക്ടർ സന്തോഷ് ബാബു, മറക്കല്ലേ. അടുത്തത് മലയാള മിഷൻ ഡയറക്ടർ ആരാണ്? നിലവിലെ മലയാള മിഷൻ ഡയറക്ടറാണ് മുരുകൻ കാട്ടാക്കട. മലയാള മിഷൻ ഡയറക്ടർ ആരാണ്? മുരുകൻ കാട്ടാക്കട. അതായത് നമുക്കറിയാം, മുരുകൻ കാട്ടാക്കട അറിയത്തില്ലേ? അദ്ദേഹം മലയാള കവിതകളൊക്കെ എഴുതിയല്ലേ, രേണുക എന്നൊക്കെ പറഞ്ഞ കവിതകളല്ലേ, നമുക്ക് അടിച്ചാൽ പൊട്ടാത്ത മലയാളം വാക്കിലും ഗ്രാമറിലും ഒക്കെ ഉള്ളൊരു കവിതകളൊക്കെ എഴുതിയല്ലോ, കറക്റ്റ് മലയാളത്തിൻ്റെ. അതുപോലെ തന്നെ മനുഷ്യനാവണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരു പാട്ടിറക്കി ഇല്ലായിരുന്നു നമ്മുടെ ഇലക്ഷൻ സമയത്ത്, അതെല്ലാം ഭയങ്കര ഹിറ്റായ പാട്ടല്ലായിരുന്നു. അപ്പോൾ അന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ അപ്പം മലയാള കവിതകളൊക്കെ എഴുതാനും മലയാളം ഗ്രാമറിലൊക്കെ നല്ല പാണ്ഡിത്യമുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം തന്നെ ആണ് ആപ്റ്റായിട്ട് വരുന്നത് മലയാള മിഷൻ്റെ ഡയറക്ടർ. നിങ്ങളിപ്പോൾ കൊടുത്താൽ മലയാള മിഷൻ ഡയറക്ടർ ആരാണ്? മുരുകൻ കാട്ടാക്കട. മലയാള മിഷൻ ഡയറക്ടർ മുരുകൻ കാട്ടാക്കട, മറക്കല്ലേ. അടുത്തത് സാക്ഷരതാ മിഷൻ്റെ ഡയറക്ടർ ആരാണ്? AG ഒലീന. സാക്ഷരതാ മിഷൻ്റെ ഡയറക്ടർ ആരാണ്? AG ഒലീന. സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആരാണ്? K സച്ചിദാനന്ദൻ. സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആരാണ്? K സച്ചിദാനന്ദൻ. ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഇദ്ദേഹം കുറച്ച് മാധ്യമ ശ്രദ്ധയൊക്കെ ഈയിടയ്ക്ക് കുറച്ച് വിവാദവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മാധ്യമ ശ്രദ്ധയൊക്കെ നേടിയൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആരാണ്? K സച്ചിദാനന്ദൻ. P സച്ചിദാനന്ദനും ഉണ്ട്, അതുകൊണ്ട് കൺഫ്യൂഷൻ ആയിപ്പോലെ. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആരാണ്? നമ്മുടെ K സച്ചിദാനന്ദൻ. അടുത്തത് സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ. ആരാണ്? മട്ടന്നൂർ ശങ്കരൻകുട്ടി. ഈ മട്ടന്നൂർ ശങ്കരൻകുട്ടി ആരാണ്? ചെണ്ട വിദ്വാനാണ്. അപ്പം സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ ആരാണ്? മട്ടന്നൂർ ശങ്കരൻകുട്ടി. അദ്ദേഹം ചെണ്ടയാണ് അദ്ദേഹത്തിൻ്റെ, അറിയാലോ, ചെണ്ട വിദ്വാനാണ് അദ്ദേഹം. അടുത്തത് ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചിരുത്ത്. അപ്പം ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ ആരാണ്? മുരളി ചിരുത്ത്. ചിത്രകലയാണ് അദ്ദേഹത്തിൻ്റെ ഐറ്റം എന്ന് പറയുമ്പോൾ ചിത്രകലയാണ് വരുന്നത്. അതുപോലെ തന്നെ നാടൻ കലാ അക്കാദമി, ഫോക്ലോർ അക്കാദമിയാണ്. നാടൻ കലാ അക്കാദമി ചെയർമാൻ ആരാണ്? OS ഉണ്ണികൃഷ്ണൻ. അദ്ദേഹം പടയണി കലാകാരനാണ്. OS ഉണ്ണികൃഷ്ണൻ. അതായത് നാടൻ കലയൊക്കെ കാണുമ്പോൾ നമുക്ക് വാവ് എന്നൊക്കെ പറയത്തില്ലേ, ചില നാടൻ കലകളൊക്കെ കാണുമ്പോൾ എന്നൊക്കെ വെക്കത്തില്ല, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. നാടൻ കലാ അക്കാദമി ചെയർമാൻ OS ഉണ്ണികൃഷ്ണൻ. അപ്പോൾ നമുക്ക് ഇത്രയും ഒന്നുകൂടെ ഒന്ന് പറയാം, കൺഫ്യൂഷനായി കാണും, അതുകൊണ്ട് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ഒന്നുകൂടെ പറയാം. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് K സച്ചിദാനന്ദൻ. സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി. ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചിരുത്ത്. നാടൻ കലാ അക്കാദമി ചെയർമാൻ OS ഉണ്ണികൃഷ്ണൻ. ക്ലിയറായേ? ഇനി നമുക്ക് കുറച്ചുകൂടെ നമുക്ക് അത് കുറച്ചൊരു പോയിന്റ് കൂടെ ഉള്ളൂ, അതുകൂടെ അങ്ങ് പഠിക്കാം. ഇനി എത്ര ചലച്ചിത്രമായിട്ട് ബന്ധപ്പെട്ടാണ്, ഇതും ഓർത്ത് വെച്ചാൽ സ്ഥിരമായിട്ട് PSC ചോദിക്കുന്നതാണ്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആരാണ് നിലവിലെ? രഞ്ജിത്ത് ബാലകൃഷ്ണൻ അറിയത്തില്ലേ, നമ്മുടെ സിനിമാ ഡയറക്ടർ ആയിട്ടുള്ള. അപ്പം ചലച്ചിത്ര അക്കാദമിയുടെ നിലവിലത്തെ ചെയർമാൻ ആരാണ്? രഞ്ജിത്ത് ബാലകൃഷ്ണൻ. അപ്പം ചെയർമാൻ വരുമ്പോൾ ഒരു വൈസ് ചെയർമാനും ഉണ്ടെന്ന് വിചാരിച്ചു. ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ ആരാണ്? പ്രേംകുമാർ. ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാൻ പ്രേംകുമാർ, മറക്കല്ലേ. അതുപോലെ തന്നെ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ചെയർമാൻ വരുന്നത് ഷാജി എൻ കരുൺ. അപ്പോൾ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ചെയർമാനായിട്ട് വരുന്നത് ഷാജി എൻ കരുണാണ്. അടുത്തത് KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ആർട്സിൻ്റെ ചെയർമാൻ ആരാണ്? സെയ്ദ് അക്തൽ മിശ്രയാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ആർട്സിൻ്റെ ചെയർമാൻ ആരാണ് നിലവിലത്തെ? സെയ്ദ് അക്തൽ മിശ്ര. അടുത്തത്
KR നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആർട്സിൻ്റെ ഡയറക്ടറാണ്. മറ്റേ ചെയർമാനാണ്. ഇവിടെ ഡയറക്ടറായിട്ട് വരുന്നത് ജിജോയ് രാജഗോപാൽ. ഡയറക്ടർ ആരാണ്? ജിജോയ് രാജഗോപാൽ. അതുപോലെ തന്നെ നമ്മുടെ കേരള സംസ്ഥാന യുവജന കമ്മീഷൻ്റെ ചെയർമാൻ M ഷാജറാണ്. യുവജന കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? നിലവിലത്തെ M ഷാജറാണ്. അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റ് ആരാണ്? നിലവിലത്തെ U ഷറഫ് അലിയാണ്. ഷറഫ് അലിയൊക്കെ സ്ഥിരമായിട്ട് PSCക്ക് ചോദിക്കുന്നതാണ് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ആരെന്നൊക്കെയുള്ളത്. അപ്പോൾ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റ് ആരാണ്? നിലവിലത്തെ U ഷറഫ് അലി. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട പദവികളായിട്ട് PSC ചോദിക്കാൻ ഒരു 99% ചാൻസ് ഇതിനകത്തുനിന്ന് ഒരു മാർക്ക് ഷുവറായിട്ട് നിങ്ങളുടെ PSC എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിരിക്കും ഇതിനകത്തുനിന്ന്. അപ്പോൾ ഇത് മാക്സിമം നിങ്ങൾ പഠിച്ചു വെക്കണം. ഒരു മാർക്ക് ഷുവറാണ് വരുന്നത്. ഇനിയിപ്പം മറ്റന്നാൾ നടക്കുന്ന LP UP ഒക്കെ എഴുതുന്നവർക്കൊക്കെ കുറച്ച് യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ഇന്ന് തയ്യാറാക്കിയത്. അതുപോലെ തന്നെ LDC ഒക്കെ എഴുതുന്നവർക്കും വളരെ യൂസ്ഫുള്ളാണ്. അപ്പം ഒരു മാർക്ക് നിങ്ങൾ ഇതിൽ നിന്ന് ഉറപ്പിച്ചോ, ഷുവറാണ്. ഈ ഒരു പാർട്ടിൽ നിന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മൾ ഇത്രയും ആൾക്കാരുടെ ലിസ്റ്റിൽ നിന്നേ ചോദിക്കത്തുള്ളൂ, പുറത്തുനിന്ന് വേറെ ഒന്നും ചോദിക്കത്തില്ല. ഇത്രയും പേരാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റോടെ ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ബാക്കിയുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്തുകൂടെ നിങ്ങൾക്ക് കൊടുക്കണേ. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. മാക്സിമം അതിലൂടെ ഒന്ന് ജോയിൻ ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു.